ഹായ് ഗായ്സ്, റീജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങളിത് ഞാൻ കോഴിക്കോടോട്ടും ഏട്ടൻ ട്രിവാൻഡ്രത്തോട്ടും പോവുകയാണ്. അപ്പം ഞങ്ങളിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടാമത് മീറ്റപ്പ് ചെയ്യത്തുള്ളൂ. കാരണം ഏട്ടന് ഷൂട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ ദിവസം ഷെഡ്യൂൾ പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത് ഏട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈറ്റില ഹബിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണം, പിന്നെ അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. എനിക്ക് 11:30-ക്കാണ് ബസ്. ഞാൻ ലോ ഫ്ലോർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എന്നെ അവിടുന്ന് ബസ് കയറ്റി വിട്ടിട്ട് ഏട്ടൻ നേരെ ട്രിവാൻഡ്രം പോകാറാണ് പതിവ്. അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. അപ്പം അങ്ങനെയാണ് പോകാറത്. ഞങ്ങൾ വൈറ്റില ഹബിലെത്തി. അവിടെ ഫുള്ള് പണി നടക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്തത് മെട്രോൻ്റെ താഴെ പാർക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് നടന്നു വരാൻ. നോർമലി ഈ ഒരു സൈഡിൽ പാർക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ഇപ്പം അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അവിടെ പണി നടക്കുവാണ്, ഫുള്ള് റോഡ് പണിയാണ്. അപ്പം ഞങ്ങൾ ഇതേ നേരെ അവിടെ പോയി വെയിറ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്കൊരു പണി കിട്ടിയതെന്ന് പറഞ്ഞാൽ എൻ്റെ ബസ് വരാൻ ലേറ്റായി. ചേർത്തല ആ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് പണി ആയതുകൊണ്ട് നമുക്ക് ബസ് വരാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പോസ്റ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഫോണിൽ നോക്കിയിട്ട് ഇരിക്കണമായിട്ട് ഓരോരോ ബസ് വരുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബസ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ബസ് പാർട്ട്ണറിൻ്റെ നമ്പർ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ അവരിങ്ങനെ ചേർത്തല എത്തിയതേ ഉള്ളൂ എന്നും പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളിത് ഇങ്ങനെ ശരിക്കും ബോറടിച്ചിരിക്കുകയാണ് അവിടെ. അതിൻ്റെ പ്രത്യേകത നമുക്കിത് അറിയില്ലല്ലോ. ഇത് വിദേശ മാതൃകയിലുള്ള കസേരകളായതുകൊണ്ട് നമുക്ക് ഈ നാട്ടിലുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. നമുക്കിത് ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങൂല്ല. അതുകൊണ്ട് ഇങ്ങനെ പൊക്കോളും, ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ കയറിയിരിക്കാം. ടൈം പാസും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ചെയർ വൻ കോമഡി ആയിരുന്നു. കാരണം ഞങ്ങൾ ഇങ്ങനെ നീങ്ങി പിന്നെ താഴേക്ക് പോവും രണ്ടുപേരും. അത് ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമായിരുന്നു ആ ചെയറിലിരിക്കാൻ. വൈറ്റില ഹബിലെല്ലാം ചെറിയതിന് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അതാണ് ഏട്ടത് പറഞ്ഞുകൊണ്ടിരുന്നത്. വിറ്റായിരുന്നു. നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതേ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പോൾ എൻ്റെ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി. ഏട്ടൻ എന്നെ വിട്ടിട്ട് വേണം ഏട്ടന് ട്രിവാൻഡ്രത്ത് എത്താൻ. ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി, ബസ് എടുത്തു. ഏട്ടൻ നേരെ പോയി. പിന്നെ അതിന് ഞാൻ സ്നാക്ക് പോലെ ഇങ്ങനെ ഫ്രൂട്ട് മീൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രിംബറിൻ്റെ എനിക്ക് കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ ഇടയ്ക്ക് വിശക്കത്തില്ല. കാരണം 1 മണിക്ക് ശരിക്കും 1:10 കോഴിക്കോട് എത്തേണ്ട ബസ് എത്തിയത് 5 മണി 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം കോഴിക്കോട് എത്തി. ഹൈലൈറ്റ് മോളിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ നേരെ KSRTC സ്റ്റാൻഡിലോട്ടായിരുന്നു പോയത്. കാരണം അമ്മയും പപ്പയും അവർക്കൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും അവരെന്നെ അവിടുന്ന് പിക്ക് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങാമായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ച് ഞങ്ങളിത് നേരെ ഷോപ്പിങ്ങിന് കയറി. അങ്ങനെ അമ്മയ്ക്കൊരു ചുരിദാർ മേടിക്കണമായിരുന്നു. അപ്പം ഈ ചുരിദാറൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു 11:30ക്ക് ഞാൻ ബസ്സിൽ കയറിയിട്ട് ഇവിടെ എത്തുന്നത് 6 മണിയായിട്ടാണ്. ഇനി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങാൻ. ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പം എല്ലാവർക്കും ബൈ.